കുറേ കാലം മുൻപ് നടന്ന ഒരു സംഭവ കഥയാണിത്. അന്ന് രാകേഷിന് വയസ്സ് 20. അവൻ്റെ വീട്ടിൽ അമ്മ സരിത മാത്രമേയുള്ളൂ. രാകേഷിൻ്റെ അച്ഛൻ ഗോപാലൻ ദുബായിൽ ജോലി ചെയ്യുന്നു. സരിത കാണാൻ നല്ല സുന്ദരിയും നാട്ടുകാരുടെ സ്വപ്നത്തിലെ റാണിയുമൊക്കെയായിരുന്നു. ആവശ്യത്തിലേക്കാളേറെ എല്ലാം വാരിക്കോരി കൊടുത്തതുപോലുള്ള ഏറ്റവും കൂടുതൽ സൗന്ദര്യവും സരിതയ്ക്ക് തന്നെയായിരുന്നു. അവരുടെ കുടുംബത്തിൽ വെച്ച് പലരും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഭാഗ്യമുണ്ടായില്ല എന്ന് പറയാം. സരിത എല്ലാവരെയും അവഗണിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഭർത്താവ് ഗോപാലൻ ദുബായിൽ നിന്നും ലീവിന് വന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് അയാൾ പോയി. പക്ഷേ സരിതയെക്കൊണ്ടോ വലതും മതിയാവുന്നു. 1 മാസമൊന്നും മതിയായിരുന്നില്ല സരിതയ്ക്ക്. അതുകൊണ്ട് പതിവ് പോലെ സരിത കൂട്ടുകാരനായ കുര്യാക്കോസിനോട് ഫോണിലൂടെ സംസാരിക്കുന്നത് രാകേഷ് ഒളിഞ്ഞു നിന്ന് കേട്ടു. അവർ ദിവസവും സമയവും എല്ലാം ഫോണിലൂടെ പറയുന്നതൊക്കെ രാകേഷ് ശ്രദ്ധിച്ചു. അത് കേട്ടതും രാകേഷിന് വല്ലാതെ ഉണർന്നു. ഇവിടെ ഞാനുണ്ടായിട്ട് വേറെ ആളോ? ഇല്ല, അത് നടപ്പില്ല, അവൻ ചിന്തിച്ചു. രാകേഷിന് കുര്യാക്കോസ് അങ്കിളിനെ മുൻപ് സംശയമുണ്ടായിരുന്നെങ്കിലും ഇന്നാണ് അവൻ ഇത് നേരിട്ട് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ അടുപ്പം ഇല്ലാതാക്കണം. ഇനി ഞാൻ മതി. രാകേഷിൽ ഉറങ്ങിക്കിടന്ന അത് പത്തി വിടർത്തി എണീറ്റു. അങ്ങനെ സരിത ഫോണിൽ കൂടെ കുര്യാക്കോസിനോട് വരാൻ പറഞ്ഞ ദിവസമായി. അമ്മ, നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? രാകേഷ്: ആ, പോകണം അമ്മേ. അമ്മ: എന്നാ വേഗം പോകാൻ നോക്ക്. രാകേഷ്: അതിന് ഇപ്പോൾ സമയം ആകുന്നതല്ലേയുള്ളൂ. അമ്മ: നീ ഒരുങ്ങിക്കഴിയുമ്പോൾ തന്നെ സമയമായിക്കോളും. പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. ശരി. തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ കുര്യാക്കോസ് എങ്ങാനും നേരത്തെ വന്നാലോ എന്ന ചിന്തയായിരിക്കും അമ്മയ്ക്ക്, അവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ അമ്മയെ നോക്കി. അവർ കുളിമുറിയിലേക്ക് ഷേവിംഗ് സെറ്റും ക്രീമും മറ്റ് സാധനങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങേര് വരുമ്പോൾ എല്ലാം വൃത്തിയും വെടിപ്പുമാക്കി വെച്ച് നല്ല സ്വീകരണം നൽകാനാണ് എന്ന് രാകേഷിന് മനസ്സിലായി. അങ്ങനെ അവൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങാൻ പോകവേ പെട്ടെന്ന് സരിത കുളിച്ച് സുന്ദരിയായി ഇറങ്ങി വരുന്നത് കണ്ടു. അവൻ ഒന്ന് ശ്രദ്ധിച്ചു. കൈയില്ലാത്ത നൈറ്റി, അതും പുതിയതാണ്. പതിവില്ലാത്തതാണല്ലോ. എല്ലാം കുര്യാക്കോസിന് വേണ്ടി അവൻ പിറുപിറുത്തു. പിന്നെ അവൻ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ അവർ 2 കൈയും പൊക്കി മുടി ഒതുക്കവേ ശ്രദ്ധിച്ചു. അവിടം രാകേഷിൻ്റെ ദൃഷ്ടി പതിഞ്ഞതും വല്ലാതായി. പെട്ടെന്ന് സരിത രാകേഷിനെ കണ്ടു. അമ്മ: നീ ഇതുവരെ ഇറങ്ങിയില്ലേ? രാകേഷ്: ഇല്ലമ്മേ, ഇറങ്ങാൻ പോകുക. അമ്മ: എന്നാ വേഗം പോകാൻ നോക്ക്. രാകേഷ്: ശരി. അല്ലമ്മേ, ഇന്നെന്താ പതിവിലും നല്ല സന്തോഷത്തിലാണല്ലോ അമ്മ. അവൻ്റെ ആ ചോദ്യം കേട്ടതും അവർ ഒന്ന് വല്ലാതായി. അമ്മ: എന്ത് സന്തോഷം? നിനക്ക് വെറുതെ തോന്നുന്നതാ. വേഗം പോകാൻ നോക്ക്. ശരി. അങ്ങനെ അവൻ പോയപ്പോൾ സരിത വേഗം വാതിലടച്ചു. പിന്നെ ഉടനെ തന്നെ കുര്യാക്കോസിനെ വിളിച്ചു. അതേസമയം രാകേഷ് പോയിട്ടില്ലായിരുന്നു. അവൻ വീടിന് പുറത്ത് ഒളിച്ചു നിൽപ്പായിരുന്നു. അവൻ അവിടുന്ന് ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി. പിന്നെ കോളിംഗ് ബെൽ അടിച്ചു. അമ്മ സന്തോഷത്തോടെ ഒരു ചിരിയാലെ വാതിൽ തുറന്നതും അവനെ കണ്ടതും ആ ചിരി മാഞ്ഞു. രാകേഷ്: ഒട്ടും സന്തോഷമില്ല അമ്മയ്ക്ക്, അല്ലേ? അവൻ്റെ ചോദ്യം കേട്ടതും സരിത ഒന്ന്
സരിത ഒന്ന് പരുങ്ങി. ഇവൻ ഇത് എന്തൊക്കെയോ അറിഞ്ഞതുപോലുള്ള പെരുമാറ്റമാണല്ലോ. പണി പാളമോ എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ വന്നു. അമ്മ, എന്താടാ, നീ കോളേജിൽ പോയില്ലായിരുന്നോ? രാകേഷ് ഇല്ല, പോയില്ല, ഇന്ന് പോകുന്നില്ല, അവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ, അതെന്താ പോകാത്തത്? എന്താ നിന്റെ ഉദ്ദേശം? എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അത് കേട്ടതും രാകേഷ് ഒരു ചിരിയാളെ ഒന്ന് നോക്കി. പിന്നെ മുന്നോട്ടേക്ക് നടന്നതും അവർ 2 അടി പിന്നോട്ടേക്ക് വെച്ചു. പിന്നെ ഒരു ചിരിയാളെ രാകേഷ് വാതിലടച്ചു. അവൻ തൻ്റെ രഹസ്യം എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എല്ലാം എത്രയും പെട്ടെന്ന് നിർത്തണമെന്നുമൊക്കെ താൻ കരുതിയതാണ്. പക്ഷേ ഒന്നും മതിയായില്ല തനിക്ക്. അല്ല, ആർക്കും തന്നെ അങ്ങനെ കീഴ്പ്പെടുത്താനാവില്ല. അവർ ഒരു നിമിഷം അതും ചിന്തിച്ച് ദീർഘശ്വാസമെടുത്ത് വിട്ടു. രാകേഷ്, എന്താ അമ്മേ ആലോചിക്കുന്നേ? അമ്മ, ഒന്നുമില്ല. രാകേഷ്, ഇന്ന് കാണാൻ സൂപ്പറായിട്ടുണ്ടല്ലോ. പുത്തൻ വീട്ടിൽ കുര്യാക്കോസിനെ സ്വീകരിക്കാൻ വേണ്ടിയാണല്ലേ? ഒരു പുച്ഛച്ചിരിയോടെയുള്ള അവൻ്റെ ആ ചോദ്യം കേട്ടതും സരിത അമ്പരപ്പോടെ അവനെ നോക്കി. എന്നാണെങ്കിലും ഇത് ആരെങ്കിലും കണ്ടുപിടിക്കും എന്നറിയാമായിരുന്നു. എങ്കിലും അങ്ങേരുടെ പേരും വിലാസവും വരെ ഇവൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നോർത്തപ്പോൾ സരിതയ്ക്ക് അത്ഭുതം തോന്നി. താൻ അങ്ങേരുടെ നമ്പർ പോലും സേവ് ചെയ്തിരിക്കുന്നത് കാർത്തികേച്ചി എന്ന പേരിലാണ്. എന്നിട്ടും ഇതെങ്ങനെ? സരിത വീണ്ടും ചിന്തയിലാണ്ട് നിന്നു. രാകേഷ്, ഒന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. അതും പറഞ്ഞ് ഒരു ചിരിയും. അമ്മ, എങ്ങനെ? രാകേഷ്, എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാം എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, അല്ലാതെ എങ്ങനെയാ? അതും പറഞ്ഞ് അവൻ വീണ്ടും ചിരിച്ചു. എന്തായാലും രാകേഷിൻ്റെ ബുദ്ധിശക്തിയിൽ സരിതയ്ക്ക് അവനോട് വല്ലാത്ത മതിപ്പ് തോന്നി. അമ്മ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? അവനെ ആകെ മൊത്തമായി നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. അത് കേട്ടപ്പോൾ രാകേഷ് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഇപ്പോൾ 2 പേരും ചിന്തിക്കുന്നത് ഒന്ന് തന്നെയാണോ എന്ന കാര്യം ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നതുപോലെ ഒരു നിമിഷം അവർ അങ്ങനെ മുഖാമുഖം നോക്കി നിന്ന് പോയി. രാകേഷ്, എനിക്ക് എന്തായാലും വേണം. അത് കേട്ടതും അവരൊന്ന് ഞെട്ടി. എങ്കിലും ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ടെന്ന് സരിത ആദ്യമേ കരുതിയിരുന്നത് കൊണ്ട് വലിയ ടെൻഷനൊന്നും അവർക്ക് തോന്നിയില്ല. അമ്മ, വേണമെന്ന് നിർബന്ധമാണോ? രാകേഷ്, അതെ, വേണം. അതും പറഞ്ഞ് അവൻ മുഖം താഴ്ത്തി. അമ്മ, തന്നില്ലെങ്കിലോ? രാകേഷ്, വേണം, നല്ല വിശപ്പുണ്ട്, വേണം. അമ്മ, ശരി. അല്ല, തന്നില്ലെങ്കിൽ? വീണ്ടും അവർ അങ്ങനെ ചോദിച്ചതും രാകേഷ് മുഖമുയർത്തി നോക്കി. രാകേഷ്, തന്നില്ലെങ്കിൽ ഈ കാര്യമൊക്കെ അച്ഛനോട് പറയും. അമ്മ, ഏത് കാര്യം? ഈ കാര്യമോ? രാകേഷ്, ഇതല്ല, കുര്യാക്കോസ് അങ്കിളിൻ്റെ. അത്രയും പറഞ്ഞ് അവൻ നിർത്തി. അത് കേട്ട് സരിത ഒന്ന് നീട്ടി മോളി. അമ്മ, ഇതൊക്കെ ഇങ്ങനെ ആയിത്തീരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം, തന്നേക്കാം. അത് കേട്ടതും രാകേഷിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു.